ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഞങ്ങളുടെ മുഖ്യാതിഥി കർണാടകയുടെ സ്പീക്കർ ശ്രീ UT ഖാദർ, നിയമസഭയുടെ മൂന്നാമത് പുരസ്കാര ജേതാവ് ശ്രീ മുകുന്ദൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥി ശ്രീ ദേവദത്ത് പട്നായിക്, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഡോക്ടർ N ജയരാജ്, അനുകുമാരി IAS, ഡോക്ടർ N കൃഷ്ണകുമാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൂന്നാമത് KLIBF അല്പസമയം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരിതെളിയിക്കുന്നതോടുകൂടി തുടക്കം കുറിക്കാൻ പോവുകയാണ്. KLIBF ലെജിസ്ലേച്ചറിൻ്റെ ഒരു ബുക്ക് ഫെസ്റ്റിവലാണ്. 2 വർഷം പിന്നിട്ട് 3-ാം വയസ്സിലേക്ക് എത്തുമ്പം അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലിറ്റററി ഫെസ്റ്റിവലായി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലായി ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൻ്റെ ആത്മാർത്ഥമായ ശ്രമം, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിൻ്റെയും സഹായം എല്ലാം ഒത്തുചേർന്നപ്പോഴാണ് ഒരു അവഗണിക്കാൻ സാധിക്കാത്ത ലിറ്റററി ഫെസ്റ്റിവലായി KLIBF മാറിയത്. KLIBFിൻ്റെ ഓരോ എഡിഷനിൽ വെച്ചും നിയമസഭയുടെ പുരസ്കാരങ്ങൾ ഞങ്ങൾ നൽകാറുണ്ട്. ആദ്യ പുരസ്കാരത്തിന് അർഹനായത് പ്രിയപ്പെട്ട ശ്രീ T പത്മനാഭനായിരുന്നു, പപ്പേട്ടനായിരുന്നു. 2ാമത്തെ പുരസ്കാരത്തിന് അർഹനായത് ഈയുടെ അന്തരിച്ച ലോക സാഹിത്യത്തിന് ഈ നാട് സംഭാവന ചെയ്ത ലിറ്ററേച്ചറിലെ ഇന്ത്യയിലെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ശ്രീ MT വാസുദേവൻ നായർക്കായിരുന്നു. 2ാമത് പുരസ്കാരം സമ്മാനിച്ച് 1 വർഷം തികയുമ്പോഴേക്കും MT നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 25-ാം തീയതിയാണ് ശ്രീ MT വാസുദേവൻ നായർ എന്ന നമ്മുടെ സ്വകാര്യ അഹങ്കാരം നമ്മളെ വിട്ടു പിരിഞ്ഞത്. സാഹിത്യ, അതുപോലെ തന്നെ സിനിമ, എഡിറ്റിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലും, കഥ, ചെറുകഥ തുടങ്ങിയ നോവലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം ഏതാണ്ട് 2 ആഴ്ച തിരിയുമ്പോഴേക്കാണ് നമ്മുടെ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്മരിക്കാതെ ഈ ഘട്ടം കടന്നു പോകുന്നതിന് ഔചിത്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തോടെ പരാമർശിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത് NE സുധീറുമായി നടത്തിയ അഭിമുഖമായിരുന്നു. ഓരോ അഭിമുഖങ്ങളോട് അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ലിറ്റററി ഫെസ്റ്റിവൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പാണ്. നാം ജീവിക്കുന്ന ലോകം AI-യുടെ കാലമാണ്. AI-യുടെ കാലത്ത് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന എൻഡ് ഓഫ് ഇമാജിനേഷൻ, സങ്കല്പത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ്. അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലം. അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലത്ത് അത് വായനയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒരുപക്ഷെ ഒരു പുസ്തകം എടുത്താൽ, നേരത്തെ ഒരാൾ ഒരു പുസ്തകം ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർത്ത വളരെ വൊറേഷ്യസ് ആയ റീഡർമാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവരെ പോലും സ്വാധീനിക്കത്തക്ക നിലയിൽ ഡിജിറ്റലിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത്. അതുകൊണ്ട് ഇത്തരമൊരു കാലത്ത്, അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലത്ത് എങ്ങനെ വായനയെ തിരിച്ചു പിടിക്കാം? അതോടൊപ്പം തന്നെ നമ്മൾ സാംസ്കാരിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, വർഗീയത ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പം സാമൂഹിക സാംസ്കാരിക മേഖലയുടെ ചെറുതുനിൽപ്പ്, റെസിസ്റ്റൻസ്, അതാണ് ഈ ഫെസ്റ്റിവലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത, ഇതൊരു പ്രത്യേക ഒരു ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനകത്ത് ഒരു പ്രിവിലേജ് ഏരിയയിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം എല്ലാവർക്കും ഇവിടെ കടന്നു വരാൻ സാധിക്കുന്നു. എല്ലാ പ്രസാധകന്മാരെയും, സാധാരണക്കാരൻ മുതൽ കോർപ്പറേറ്റുകൾ വരെയുള്ള അവരുടെ പ്രസാധകന്മാർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുള്ളതാണ്. അതുപോലെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറുത്തുനിൽപ്പ് തന്നെയാണ്. ആധുനിക ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു, വർഗീയത ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, നമുക്കിടയിൽ പലതരത്തിലുള്ള തെറ്റായ ചിന്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലമാണ്. ഈ ഒരു കാലത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാർട്ടൂണുണ്ട്. ആ കാർട്ടൂൺ സതീഷ് ആചാര്യയുടെ കാർട്ടൂണായിരുന്നു.
സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 2024 ഈ ലോകത്തോട് വിട പറഞ്ഞ 4 ഇന്ത്യക്കാരെ കുറിച്ചാണ്. അതിലൊന്ന് വിശ്വവിഖ്യാതനായ തബലിസ്റ്റ് ഉസ്താദ് സക്കീർ ഹുസൈൻ ആയിരുന്നു. മറ്റൊരാൾ ലോകം അറിയപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റായ രത്തൻ ടാറ്റയായിരുന്നു. മൂന്നാമതൊരാൾ ലോകം അറിയപ്പെട്ട നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. നാലാമതൊരാൾ വിശ്വവിഖ്യാതനായ സിനിമാക്കാരൻ ശ്യാം ബെനഗലായിരുന്നു. അതിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്നത് ഈ 4 പേരും അറിയപ്പെട്ടത് മതത്തിൻ്റെ പേരിലായിരുന്നില്ല. സക്കീർ ഹുസൈൻ അറിയപ്പെട്ടത് മുസ്ലിം എന്ന പേരിലായിരുന്നില്ല. മൻമോഹൻ സിംഗ് അറിയപ്പെട്ടത് സിഖ് എന്ന പേരിലായിരുന്നില്ല. ടാറ്റ അറിയപ്പെട്ടത് പാർസി എന്ന പേരിലായിരുന്നില്ല. ശ്യാം ബെനഗൽ അറിയപ്പെട്ടത് ഹിന്ദു എന്ന പേരിലായിരുന്നില്ല. ഇവരെല്ലാം അറിയപ്പെട്ടത് ഇന്ത്യക്കാരൻ എന്ന പേരിലാണ്. അതെ, നമുക്ക് ഇന്ത്യക്കാരൻ എന്ന പേരിൽ അറിയപ്പെടാൻ സാധിക്കണം. മറിച്ച് സങ്കുചിത ജാതിമത ചിന്തക്ക് അതീതമായി ഇന്ത്യ എന്ന വിശാല പ്ലാറ്റ്ഫോമിൽ ഈ രാജ്യത്ത് നമുക്ക് എല്ലാ കാലത്തും യോജിപ്പിച്ച് നടത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. അതിന് ശക്തമായി ചെറുത്തുനിൽപ്പാണ് ഇത്തരം ഫെസ്റ്റിവലുകൾ.